വിജയ് എവിടെ? വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. എവിടാ വീട്? ഇവിടുന്ന് ഞങ്ങ ആരും ഇയാളെ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് താ നോക്കട്ടെ. എന്തുട്ടാ സംഗതി? ആ ഫോട്ടോയിലുള്ള ആളെ നിങ്ങാരെങ്കിലും കണ്ടാന്ന് ചോദിക്കണം. താറിയോ? ഞാൻ എവിടെ നിന്ന് അറിയാനാ? എന്നതാ പോടോ? ചേട്ടൻ അതിനെന്തിനാ എന്റെ അടുത്ത് ചൂടാണത്? നീ പോടോ. ഇയാൾ സാധാരണ ഒരു കറുത്ത ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ് കറങ്ങാറുള്ളത്. അയ്യോ സാരില്ല, ഒന്ന് നോക്കട്ടോ. ആ ഇവനെനിക്കറിയാം. എങ്ങനെ? ഇവനെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വരും പൂവും വരും, പക്ഷെ ഇവിടെ അല്ലെന്ന് മാത്രം. പിന്നെ എവിടെ? അതെ, നിങ്ങൾക്കൊക്കെ എന്താ പണി? ഞങ്ങള് പോലീസിലാ. ശരി എന്നാ ശരിട്ടാ, ശരിയാക്കാൻ പറ്റേ. തലയിലെ കെട്ടൊക്കെ ഒന്ന് അഴിക്കുന്നേ ഒരു നല്ല കാര്യത്തിന്. എല്ലാം കോട്ട് ഇടി എനിക്ക് ഇത്തിരി പേടിയട്ടാ. ഇടി ഉറപ്പാ നോണ പറഞ്ഞാൽ. ഞാൻ എന്തിനും നോണ പറയുന്ന ഇഷ്ടാ? അല്ല സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുട്ട് പോലീസാന്ന് പറയണേ? ആ മേനോൻ സാറിന്റെ ഭാര്യ എത്ര നല്ല സ്ത്രീയായിരുന്നു. അവരെ കൊന്നോനെ ഇതുവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്നെ ഇടിക്കാൻ വരണേ. അല്ല എന്തുട്ടാ നമ്മുടെ പേര്? ഹായ്, അന്തോണിന്നാ. ശ്രാങ്ക് അന്തോണി. ബോട്ടിലെ പണി. തൃശ്ശൂരിന് വീട്? അല്ല കോട്ടയത്താ. അപ്പൊ തിരുവണല്ലേ? ഇയാളെ സാധാരണ എവിടെ വെച്ചാ കാണാറുള്ളത്? സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളിവിടെ നിക്കിട്ടാ. ആ മീൻ ഇങ്ങോട്ട് തന്നെ, ഞാൻ ഇതൊന്ന് വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ട് വരാം. അതൊക്കെ പിന്നെ കൊടുക്കാവുന്ന. വണ്ടി കയറ്. ഇതാ ഈ പോലീസുകാരുടെ തകരാറ്. മിണ്ടി അപ്പൊ ചുറ്റുകളിയാ. വാ വാ. താൻ പാടോ കുഴപ്പമൊന്നുമില്ല, താൻ നടക്ക്. ആവേ. അതെ, നീ ഈ മീൻ എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്ക്. ഞാൻ പോലീസുകാരോട് പോയിന്ന് പറഞ്ഞേട്ടാ. എന്താ പറഞ്ഞാല്? എന്താ പറഞ്ഞാലും ഞാനൊരു 3 കൊല്ലം മുമ്പേ ഈ പട്ടര കുളത്തിലൊന്ന് കുളിക്കാൻ പോയി. അപ്പൊ ഒരു പാവ ശവം ആരും ഇല്ലാണ്ട് അവിടെ തട്ടി കളിക്കണുണ്ട്. ഞാൻ എന്റെ നല്ല മനസാക്ഷി വെച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അതിന്റെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല, അറിയോ? അപ്പൊ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ടല്ലേ? ആ, ദൈവം സഹായിച്ച അങ്ങനെ കൂടി ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2 കേസും കൂടി കൂട്ടി കുഴച്ചിട്ട് ശരിയാക്കി തരാം. അത് മതി. താൻ എന്തിനാണോ ഈ പട്ടന്മാരെ കുളത്തിൽ കുളിക്കാൻ പോയി? പട്ടന്മാരെ കുളത്തിൽ കുളിക്കാൻ പാടില്ലേ? താൻ ക്രിസ്ത്യാനിയല്ലേ? അതെ. അപ്പൊ ഇനി അതിന് വേറെ കേസ് വരും. ഉണ്ടാവൂല്ലേ? അയ്യോ, നടക്ക് നടക്ക്.
ദാ അവിടെ ആ ചേട്ടൻ വന്നിരിക്കാറ് മിക്കവാറും അന്തിക്കുക. ഏതൊക്കെ ദിവസങ്ങളിലാ കണ്ടതെന്ന് പറയാൻ പറ്റുമോ? എന്തുട്ട് ചോദിക്കണം മാഷേ? ഞാനെന്താ കഴുത്തിൽ കലണ്ടർ കെട്ടി തൂക്കിട്ട് ഇറങ്ങണേ? ഏയ് അതെ, അന്തോണി ചേട്ടൻ ചൂടാവൊന്നും വേണ്ട. ഒന്ന് ഓർത്തു നോക്കിയേ. അല്ല, താനൊന്ന് വേഗം ഓർത്താ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞാൻ ഈ വക പണിക്കൊന്നുമില്ല. കുറെ നേരം ഇയാള് തന്നെ. നീ വന്നേ. ഇവിടെ ചില കൊലപാതകങ്ങൾ നടന്നതറിയാമല്ലോ. ഉവ്വ്. ക്രിസ്തുമസിന്റെ അന്നും ന്യൂ ഇയറിന്റെ അന്നും. ആ ദിവസങ്ങളിലെങ്ങാനും അയാളെ ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ ക്രിസ്മസിന്റെ അന്നും ന്യൂ ഇയറിന്റെ അന്നും വല്ലവർക്കും വല്ല ബോധം ഉണ്ടാവും എന്റെ സാറേ. ഇത്രയും പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ക്രിസ്മസിന്റെ തലേദിവസം ഈ ചേട്ടനെ ഞാനവിടെ കണ്ടു. അതുപോലെ തന്നെ ന്യൂ ഇയറിന്റെ തലേദിവസവും കണ്ടു. ഇനി അയാളെ എപ്പോ ഇവിടെ കണ്ടാലും ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങളുടെ കാര്യം പറയണ്ട, സാറിന് ഞാൻ അറിയിക്കാം. നമ്മുടെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഇയാൾ കൊടുത്തേക്കൂ. അതൊന്ന് എഴുതി കൊടുക്ക്. ശരി സാർ. ആ വരേഷറ്റാന്റെ ജാട എനിക്ക് അത്ര പിടിക്കുന്നില്ലട്ടാ. അവൻ നല്ല തന്നെയല്ലേ? താൻ പറയുന്നത് കേട്ടാ മതി കേട്ടോ. പിന്നെ നിന്റെ അച്ഛനുള്ള എനിക്ക് ശമ്പളം തന്നെ എന്നെ ജോലിക്ക് വെച്ചേക്കണേ. നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഉഷയുടെ ഫോട്ടോ എടുത്തതാരാ? എനിക്കറിയില്ല സാർ. ആ ഫോട്ടോയുടെ പേരിൽ നിന്നെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ? വാട്ട് ഈസ് ദിസ്? നീ അയാൾക്ക് പണം കൊടുത്തു അല്ലേ?
ഉഷയുടെ ആഭരണങ്ങളും നീ വാങ്ങി അയാൾക്ക് കൊടുത്തു അല്ലേ? നീ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാനായി കത്ത് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇത് നിന്റെ കൈയക്ഷരമല്ലേ? അതെ. ഇത് രണ്ടും ഒരേ കൈയക്ഷരം തന്നെയല്ലേ? അതെ. എന്തിന് എന്തിന് എന്തിന്? റാസ്കൽ, കച്ചവടം പൊളിഞ്ഞപ്പോ മാനം മര്യാദയായി ജീവിക്കുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുകയാണല്ലേ? ഇവനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാം സർ. സെന്ററിരിക്കുന്ന താനെങ്ങോട്ടാ? സാർ, സിഗരറ്റ് എടുക്കാൻ കമ്മീഷൻ സാറുണ്ടോ ലോക്കപ്പ് റൂമിൽ? റാസ്കൽ ഉറങ്ങ, അവനെ ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് കരുതി. ഞാനും അതിനാ വന്നത് സാർ. സാർ, അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഗുഡ് നൈറ്റ്. കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താനായിരിക്കും ഉത്തരവാദി. സർ. കഴിഞ്ഞ കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ബുള്ളറ്റ് അല്ല ഇത്. ഇത് .38 കാലിബറുള്ള ബുള്ളറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ ബുള്ളറ്റുള്ള വെപ്പൺ ഉപയോഗിക്കുന്നത് സാധാരണ സർവീസ് പേഴ്സണലാണ്. സൺഡേ ആയിട്ടും ബുദ്ധിമുട്ടിച്ചത് കേസിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹലോ. ഹരിക്ക് കൊടുക്കൂ. ഇപ്പോഴാ ഓഫീസിലേക്ക് പോയത്. ഈ ആഭരണങ്ങൾ നീ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഉഷയുടേതാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നാലേ ഈ ആഭരണങ്ങളാണ് നീ ഉഷയുടെ കയ്യിൽ നിന്ന് വാങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്ന ഫോട്ടോഗ്രാഫർക്ക് കൊടുത്തു എന്ന് നീ പറഞ്ഞത്. ഇതെവിടെയെന്നാ എനിക്ക് കിട്ടിയെന്നറിയാം? അറിയാം. എവിടെയെന്ന്? എന്റെ വീട്ടിൽ നിന്ന്. എന്തിനായി പണി ചെയ്ത്? ബിസിനസ് മോശമായതുകൊണ്ടാ അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്. പിന്നെ വിറ്റ് കാശാക്കാൻ സമയം കിട്ടിയില്ല. ഈ രണ്ട് നമ്പറും ഏതാണെന്ന് നിനക്കറിയാം? അറിയാം. കമ്മീഷണറുടെ. ഇത് ഓഫീസ്, ഇത് റെസിഡൻസ് അല്ലേ? എന്തിനാ നിനക്ക് ഈ നമ്പർ? സാറേ, അത് തോക്ക് കേസ് സമയത്ത് എഴുതി വെച്ചതാ. ഇടയ്ക്കിടയ്ക്ക് കേസ് എവിടം വരെയായെന്ന് കമ്മീഷണറെ വിളിച്ചു ചോദിക്കാൻ അല്ലേ? അല്ല, നിന്റെ വീട്ടില് കുറെ ബുള്ളറ്റ്സ് മാത്രമേ കണ്ടുള്ളല്ലോ. തോക്കൊക്കെ എവിടാ സൂക്ഷിച്ചിരിക്കുന്നത്? തോക്കൊക്കെ അവര് കൊണ്ടുപോയി സാർ. ഓ, അവര് കൊണ്ടുപോയി അല്ലേ? ഓക്കെ. പിന്നെ ബുദ്ധിമുട്ട് വന്നപ്പോ ഉഷയുടെ ആഭരണം കൈക്കലാക്കാൻ ഒരു ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ഉണ്ടായല്ലോ. അല്ല, ആ ഫോട്ടോഗ്രാഫറും നിന്റെ ആളാണല്ലോ. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ശല്യം ചേരുന്നു പറഞ്ഞിട്ടില്ലടാ കഴിവേറി. ഇത് വേറെ കേസാണോ? എന്ത് കേസാടാ? പിന്നെ ഇന്ന് ഞാൻ നിന്റെ അമ്മയുടെ കേസ്. അറിയാലോ അല്ലേ? അന്നെടുത്ത ആ ഫോട്ടോ കാണാനാ വന്നിരിക്കുന്നത്. ഏത് ഫോട്ടോ? അന്ന് ആ തോക്കൊക്കെ ചൂണ്ടിയെടുത്ത ഫോട്ടോ. സാറ് സത്യമായിട്ടും സാറ് വിശ്വസിക്കില്ല, ക്യാമറയിൽ ഫിലിം ഇല്ലായിരുന്നു. തമാശ പറയാതെ ആ നെഗറ്റീവ് പ്രിന്റിംഗ് എടുക്ക. ഞാൻ പറയുന്നത് സത്യമാണ് സാർ.
പറയടാ, എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട്. രണ്ടും കൂടെ ഉരുണ്ട് കളിക്കാണ് സാർ. സത്യം ഞാൻ ഇപ്പൊ പറയിപ്പിക്കാം. ആ നടക്ക. അയ്യോ, ഡാർക്ക് റൂം. അതാ സൗകര്യം. നടക്കണോ? സാറേ, ഒരുപാട് കാലമായി ഒരുത്തനെ ശരിക്കും എന്നെ കൊല്ലല്ലേ സാറേ? അയ്യോ, തല്ലല്ലേ സാറേ? അയ്യോ, എന്നെ കൊല്ലല്ലേ സാറേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്ത്. അയ്യോ, നിന്റെ ഫോട്ടോ എടുപ്പ് ഞാൻ സത്യം ഞാനാണ് പറയുന്നത്. അയ്യോ, വേണ്ട സാറേ. അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ് സാർ. ഈ ഫോട്ടോ എടുക്കലൊക്കെ വെറും ഒരു നാടകം കളിയായിരുന്നു. ആരാ നിന്നെ കൊണ്ട് ഈ നാടകം കളിപ്പിക്കുന്നത്? പറയടാ കഴിവേറി, ഇടി കൊള്ളുന്നത് ഞാനാ. 250 രൂപയ്ക്ക് എത്ര ഇടിയാ കൊള്ളുക? ആ തോക്കെവിടെ? അയ്യോ, എന്റെ പൊന്നു സാറേ, അത് ഇവൻ തന്നതാ. ഇവൻ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നെ കൊല്ലല്ലേ സാറേ? വന്ന് വന്ന് കാര്യങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെ. സാറിന് എന്തോ ക്ലൂ കിട്ടിയ മാതിരി ഉണ്ടല്ലോ. എന്റെ ലൈൻ ഓഫ് തിങ്കിങ് ഇതാണ്. 3 കൊലപാതകങ്ങളിലും വളരെ ലോങ് റേഞ്ചിൽ നിന്നാണ് വെടിവെച്ചിട്ടുള്ളത്. ഉപയോഗിച്ച ആയുധം ഒന്ന് തന്നെ. വിജയനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മാത്രം ഒരു സർവീസ് റിവോൾവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ, തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ സമർത്ഥൻ. പക്ഷെ അയാൾ എന്തിനിത് ചെയ്തു? കൊല്ലപ്പെട്ട 2 സ്ത്രീകളും നല്ലവരായിരുന്നു. നിർമ്മലയെ എന്തിനാണ് കൊന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഭാര്യയുടെ നേരെ വധഭീഷണി വന്നതുപോലെ ഇതും എന്നെ മിസ്ലീഡ് ചെയ്യാനായിരിക്കാം. കാലത്ത് ഐജിയുടെ ഫോൺ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഹരാസ് ചെയ്തത്. കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ, തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ സമർത്ഥൻ. സാർ NCCയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലേ? ആ സ്ത്രീയെ ഹരാസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ? മന്ത്രിസഭയുടെ ആയുസാണോ, കൊലക്കേസുകൾ തെളിയിക്കലാണോ നമുക്ക് ആവശ്യം സാർ? രണ്ടും. അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാം സാർ. അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഗുഡ് നൈറ്റ്. നമ്മുടെ കമ്മീഷൻ തന്നെ കുറച്ച് തോക്കുകൾ പിടിച്ചത്. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ബുള്ളറ്റുള്ള വെപ്പൺ ഉപയോഗിക്കുന്നത് സാധാരണ സർവീസ് പേഴ്സണലാണ്. ഈ 2 നമ്പറും ഏതാണെന്ന് നിനക്കറിയാം? അറിയാം, കമ്മീഷണറുടെ. എന്താ സംഭവിച്ചത്? ഇയാൾ ആരും വെടിവെച്ചു സാർ. കയ്യിലാ കൊണ്ടിരിക്കുന്നത്. Take him to the hospital. വിജയ് ഭാഗ്യവാനാണ്. 2ാമത്തെ പ്രാവശ്യവും രക്ഷപ്പെട്ടല്ലോ. ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ വിജയനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന്? എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. വിജയ് ഇത്രയും കാലം ആരെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ തന്നെയാണ് വിജയന്റെ ശത്രു. വിജയന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. അതിന് വിജയ് തന്നെ അയാളുടെ പേര് എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് തീരെ വയ്യ.